ഇത് കൂർഗിലുള്ള അബി വാട്ടർഫോൾസ് ആണ്. അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ അബി വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇത് മടിക്കേരി തന്നെയാണുള്ളത്. ഇനി ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ പാർക്കിംഗ് എന്ന് പറയുമ്പം നിങ്ങൾ വലിയ ബസ്സിലാണ് വരുന്നതെങ്കിൽ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ഇറങ്ങി നടക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കാറിലോ ചെറിയ വാനിലോ ആണെങ്കിൽ ഈ ഒരു പാർക്കിംഗ് സ്പോട്ടാണുള്ളത്. ഇത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെയാണുള്ളത്. ഇവിടെ കാർ പാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ വാനാണെങ്കിൽ അത് പാർക്ക് ചെയ്ത് അടുത്ത് പോയതിന് ടിക്കറ്റ് എടുത്ത് പിന്നെയും താഴോട്ട് കുറച്ച് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി ഇവിടെ ഈ പാർക്കിംഗ് സ്പോട്ടിന് അടുത്ത് തന്നെയാണ് ഒരു സിപ്പ് ലൈൻ ഉണ്ട്. അത് ഞാൻ എത്രയാണ് റേറ്റ് എന്ന് എനിക്കറിയില്ല, ഞാനത് ട്രൈ ചെയ്തുമില്ല. പക്ഷെ അത് സിപ്പ് ലൈൻ ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. ഇതാണ് ആ സിപ്പ് ലൈനിൻ്റെ എൻട്രി. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. ഇനി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതുപോലെ കുറേ ഇങ്ങനെ നടന്നിറങ്ങാനുണ്ട്. പ്രായമുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറേ നടന്നിറങ്ങാനുണ്ട്. ഈ ഒരുപാട് പടികളുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും കാണുന്നത് കോഫി പ്ലാന്റേഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ ഇങ്ങനെ നടന്നിറങ്ങാം. ഞാൻ പോയത് ഒരു സെപ്റ്റംബർ മന്തിലായിരുന്നു, സെപ്റ്റംബർ 2025. ആ സമയത്ത് കുറച്ച് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. മഴയില്ലാത്തപ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ഏത് സമയം അവിടെ വെള്ളം കാണുമെന്ന് എനിക്കറിയില്ല. ഒരു 600-700 മീറ്ററെങ്കിലും നടന്നിറങ്ങാനുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ആ വാട്ടർഫോൾസ് വരെ. ഒരു 100 മീറ്റർ മുമ്പേ തന്നെ ഇതുപോലെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പം ഏറ്റവും മുകളിലത്തെ പോർഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ആ വീഴുന്ന ആ ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ചെറിയ വാട്ടർഫോൾസ് പോലെ തോന്നും അടുത്ത് വന്ന് നോക്കുമ്പോൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വളരെ ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ മടിക്കേരി പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു വാട്ടർഫോൾ സ്പോട്ട് തന്നെയാണിത്. ഇത് വാട്ടർഫോളിലേക്ക് നമ്മളെ ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. അവിടെ ഇറങ്ങി കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് നിന്ന് അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ആ വാട്ടർഫോൾ വന്ന് വീണിട്ട് വെള്ളം വന്ന് വീണിട്ട് ആ വെള്ളം ഇങ്ങനെ തെറിച്ച് നമ്മുടെ മുഖത്തേക്ക് വന്ന് അടിക്കും. അതുപോലെ നല്ല കാറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ല നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം വന്ന് അടിക്കും. നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്.
നമുക്ക് ഈ ഒരു പോയിന്റ് വരെയാണ് അനുവദനീയമായിട്ടുള്ളത് നിൽക്കാനായിട്ടൊക്കെ. പിന്നെ അവിടെ ഒരു ബ്രിഡ്ജ് പോലെ കാണാം, പക്ഷെ അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് വിടത്തുമില്ല. പിന്നെ ഇവിടെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടവർ കാണാം. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പക്ഷേ ടവർ കണ്ടിട്ട് അത്ര ഒരു ബലമായിട്ട് തോന്നിയില്ല. കുറച്ച് പഴയ ഇതാണ്, തുരുമ്പ് പിടിച്ച പോലെയൊക്കെ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കയറാൻ പോയില്ല. ഇത് വാട്ടർഫോൾസ് കണ്ടിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം കയറിയിട്ട് എടുത്തതാണ്, പടികളൊക്കെ കയറിയിട്ട് അവസാനമായിട്ട് ചുമ്മാ വീഡിയോ എടുത്തതാണ്. കണ്ടിട്ട് കുറച്ചുകൂടെ ഫോഴ്സ് കൂടിയതുപോലെ തോന്നി. ചിലപ്പം ദൂരെ മലയിലെവിടെയെങ്കിലും മഴയെല്ലാം പെയ്ത് വെള്ളം ഫോഴ്സ് കൂടിയതാകാം. അതൊന്ന് ജസ്റ്റ് വീഡിയോയിലെടുത്തതാണ്.